ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. റീസെൻ്റ് ആയിട്ട് ന്യൂസിൽ വരാറുള്ള ഗവൺമെൻറ് സ്കീംസ് കോമ്പറ്റേറ്റീവ് എക്സാംസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് SSC, റെയിൽവേ ആൻഡ് ബാങ്ക് എക്സാംസിന് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് ഇപ്പോൾ കൂടി വരികയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സീരീസിൽ നമ്മൾ ലാസ്റ്റ് 4 സെഷൻസിലായിട്ട് കുറച്ചധികം ഗവൺമെൻറ് സ്കീംസ് എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ആൻഡ് ഈ ഒരു സെഷനിലും നമ്മൾ കുറച്ച് പുതിയ ഗവൺമെൻറ് സ്കീംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് സ്കീം, ഇന്നത്തെ ഫസ്റ്റ് സ്കീമാണ് റീസ്ട്രക്ചേർഡ് നാഷണൽ ബാംബു മിഷൻ. റീസ്ട്രക്ചേർഡ് നാഷണൽ ബാംബു മിഷൻ ആണ് ഇന്നത്തെ ഫസ്റ്റ് സ്കീം എന്ന് പറയുന്നത്. സോ ഈ റീസ്ട്രക്ചേർഡ് നാഷണൽ ബാംബു മിഷൻ എന്ന് പറയുമ്പോൾ നാഷണൽ ബാംബു മിഷൻ 2006 ഗവൺമെന്റ് ലോഞ്ച് ചെയ്തൊരു മിഷൻ ആയിരുന്നു എന്ത്, നാഷണൽ ബാംബു മിഷൻ എന്ന് പറയുന്നത്. നാഷണൽ ബാംബു മിഷൻ വാസ് എ സ്കീം ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 2006. 2006 ലോഞ്ച് ചെയ്ത നാഷണൽ ബാംബു മിഷൻ എന്ത് ചെയ്തു, 2018 ഗവൺമെന്റ് ഒന്ന് റീസ്ട്രക്ചർ ചെയ്തു. ആൻഡ് അതാണ് എന്ത്, റീസ്ട്രക്ചേർഡ് നാഷണൽ ബാംബു മിഷൻ എന്ന് പറയുന്നത്. ഒറിജിനൽ നാഷണൽ ബാംബു മിഷൻ 2006 ലോഞ്ച് ചെയ്തത്. ബട്ട് ആ മിഷൻ എന്ത് ചെയ്തു, 2018 ഗവൺമെന്റ് ഒന്ന് റീസ്ട്രക്ചർ ചെയ്തു. ആൻഡ് അതാണെന്ത്, റീസ്ട്രക്ചേർഡ് നാഷണൽ ബാംബു മിഷൻ. സോ റീസ്ട്രക്ചേർഡ് നാഷണൽ ബാംബു മിഷന്റെ ലോഞ്ച് ഇയർ എന്ന് പറയുന്നത് 2018 ആണ്. 2018-19 ഫൈനാൻഷ്യൽ ഇയറിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റീസ്ട്രക്ചേർഡ് നാഷണൽ ബാംബു മിഷൻ ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഈ റീസ്ട്രക്ചേർഡ് നാഷണൽ ബാംബു മിഷന്റെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള ബാംബു സെക്ടറിന്റെ ഓവറോൾ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക. ഇന്ത്യയിലുള്ള ബാംബു സെക്ടറിന്റെ ഓവറോൾ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് റീസ്ട്രക്ചേർഡ് നാഷണൽ ബാംബു മിഷന്റെ എയിം എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ് റീസ്ട്രക്ചേർഡ് നാഷണൽ ബാംബു മിഷന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഇസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം. ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. വിച്ച് മീൻസ് ഈ ഒരു സ്കീമിന്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് ഷെയർ ചെയ്തിരിക്കുകയാണ്. സെന്ററും സ്റ്റേറ്റ്സും ഷെയർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഈ ഒരു സ്കീമിന് എത്ര തുകയാണോ ആവശ്യമായിട്ടുള്ളത്, ആ ഒരു തുക സെന്ററും സ്റ്റേറ്റ്സും തമ്മിൽ ഷെയർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതാണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം. ഫണ്ടിങ് സെൻട്രലും സ്റ്റേറ്റ്സും ഷെയർ ചെയ്യുന്നു. ആൻഡ് ഈ ഒരു സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ആരാണ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും ഈ ഒരു സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റീസ്ട്രക്ചേർഡ് നാഷണൽ ബാംബു മിഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണെന്ത്, നോൺ ഫോറസ്റ്റ് ഏരിയാസിൽ ബാംബു പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. ഫോറസ്റ്റ് അല്ലാത്ത ഏരിയാസിൽ, നോൺ ഫോറസ്റ്റ് ഏരിയാസിൽ ബാംബു പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക, കൂടുതൽ ഇൻക്രീസ് ചെയ്യുക. അതായത് ഗവൺമെന്റ് ലാൻഡ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ലാൻഡ് ആയിക്കോട്ടെ, അതായത് യൂസ് ചെയ്യാതെ കിടക്കുന്ന ഗവൺമെന്റ് ലാൻഡിലും പ്രൈവറ്റ് ലാൻഡിലും നോൺ ഫോറസ്റ്റ് ലാൻഡിൽ എന്ത് ചെയ്യുക, ബാംബു പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ ഹാർവെസ്റ്റിങ്ങിന് ശേഷം, ബാംബുവിന്റെ ഹാർവെസ്റ്റിങ്ങിന് ശേഷമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബാംബു ഹാർവെസ്റ്റിങ്ങിന് ശേഷമുള്ള പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ബാംബു ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആഡഡ് ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ബാംബു റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വാല്യൂ ആഡഡ് ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് രണ്ടാമത്തേതാണെന്ത്, ആൻഡ് ഈ ഒരു സ്കീമിന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണെന്ത്, ബാംബു ഗ്രോയിങ്ങിനും പ്രോസസ്സിങ്ങിനും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിനും. ബാംബുവിന്റെ ഗ്രോയിങ്, പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ്, ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുവഴി ബാംബു എന്ത് ചെയ്യുക, എക്കണോമിക്കലി ഫീസിബിൾ ആക്കുക. ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഈ ഒരു സ്കീമിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ബാംബുവിന്റെ ഗ്രോയിങ്ങിനും പ്രോസസ്സിങ്ങിനും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിനും വേണ്ടിയിട്ട്. ഗ്രോയിങ്, പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അടുത്ത ഒബ്ജക്റ്റീവ് ആണെന്ത്, നഴ്സറീസ് ഡെവലപ്പ് ചെയ്യുക. സോ ബാംബുവിന്റെ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ബാംബു സെക്ടറിനെ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, നഴ്സറീസ് ഡെവലപ്പ് ചെയ്യുക. ആൻഡ് സ്കിൽസ് അപ്ഗ്രഡേഷൻ നടത്തുക. അതായത് ബാംബു സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, ക്രാഫ്റ്റ് പേഴ്സൺസ് ആകാം, അല്ലെങ്കിൽ എന്താകാം, ഫാമേഴ്സ് ആകാം, അവരുടെയൊക്കെ സ്കിൽസ് എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. ആൻഡ് എന്ത് ചെയ്യുക, പ്രൊഡക്ടിവിറ്റിയും ക്വാളിറ്റിയും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പുതിയ ടെക്നോളജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക.
ബാംബുവിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ബാംബു ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന അലീഡ് സെക്ടേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പുതിയ ടെക്നോളജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഈ ബാംബു റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫാമേഴ്സ് ആകാം, അല്ലെങ്കിൽ ക്രാഫ്റ്റ് പേഴ്സൺസ് ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഡസ്ട്രീസ് ആവാം. സോ ബാംബു റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ എന്ത് ചെയ്യുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുക, എസ്പെഷ്യലി ഇൻ ദ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിൽ ഈ ബാംബു സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഫാമേഴ്സിന്റെ ഇൻകം എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. എങ്ങനെ? ലോക്കൽ ആൻഡ് ഓവർസീസ് മാർക്കറ്റിലും, ലോക്കൽ മാർക്കറ്റിലും അതുപോലെ തന്നെ ഓവർസീസ് മാർക്കറ്റ്സിലും കൂടുതൽ ബാംബു പ്രൊഡക്ട്സ് എന്ത് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുവഴി ഫാമേഴ്സിന്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുക. ലോക്കൽ മാർക്കറ്റ്സിലും അതുപോലെ തന്നെ ഫോറിൻ മാർക്കറ്റ്സിലും കൂടുതൽ ബാംബു പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി ഫാമേഴ്സിന് എന്ത് കിട്ടും, കൂടുതൽ ഇൻകം കിട്ടും. സോ അതും എന്താണ്, ഈ ഒരു സ്കീമിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്താണ്, ഈ ഒരു സ്കീമിന്റെ വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ആണ്. അതായത് നാഷണൽ ബാംബു മിഷൻ വഴി എൻവയോൺമെന്റൽ കൺസർവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാർബൺ സീക്വസ്ട്രേഷൻ, ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ ആൻഡ് ഇന്ത്യയെ ഒരു ബയോ എക്കോണമി ആയിട്ട് ട്രാൻസിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടും ഈ ബാംബു സെക്ടർ എന്തുണ്ട്, വലിയൊരു റോള് പ്ലേ ചെയ്യാനുണ്ട്. സോ ഈ ഒരു റീസ്ട്രക്ചർഡ് നാഷണൽ ബാംബു മിഷന്റെ മറ്റൊരു എയിം എന്ന് പറയുന്നതാണ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ആണ്. അതായത് എൻവയോൺമെന്റൽ കൺസർവേഷന് വേണ്ടിയിട്ടും കാർബൺ സീക്വസ്ട്രേഷന് വേണ്ടിയിട്ടും ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇന്ത്യയെ ഒരു ബയോ എക്കോണമി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിലും എന്തുണ്ട്, ഈ ഒരു റീസ്ട്രക്ചർഡ് അല്ലെങ്കിൽ ബാംബു സെക്ടറിന് വലിയൊരു റോള് പ്ലേ ചെയ്യാനുണ്ട്. ആൻഡ് അതിനെ എന്ത് ചെയ്യുക, ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് റീസ്ട്രക്ചർഡ് നാഷണൽ ബാംബു മിഷന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഇതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാന്ന് പറഞ്ഞു. റീസ്ട്രക്ചർഡ് നാഷണൽ ബാംബു മിഷൻ എന്ന് പറയുന്ന ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. വിച്ച് മീൻസ് ഫണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട്, സെന്ററും സ്റ്റേറ്റ്സും ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഫണ്ടിങ് പാറ്റേൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ്സും, നോർത്ത് ഈസ്റ്റ് ആൻഡ് ഹില്ലി സ്റ്റേറ്റ്സ് ഒഴികെ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും അതുപോലെ തന്നെ ഹില്ലി സ്റ്റേറ്റ്സും ഒഴികെയുള്ള മറ്റെല്ലാ സ്റ്റേറ്റ്സിലും സെൻട്രൽ ഗവൺമെന്റ് 60% ഷെയർസ് എന്ത് ചെയ്യുന്നുണ്ട്, വഹിക്കുന്നുണ്ട്. ആൻഡ് 40% ഷെയർസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലും ഹില്ലി സ്റ്റേറ്റ്സും ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്സിലും ഫണ്ടിങ് പാറ്റേൺ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60% കോൺട്രിബ്യൂഷൻ സെൻട്രൽ ഗവൺമെന്റും 40% കോൺട്രിബ്യൂഷൻ സ്റ്റേറ്റ് ഗവൺമെന്റും ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലും അതുപോലെ തന്നെ ഹില്ലി സ്റ്റേറ്റ്സിലും ഈ കോൺട്രിബ്യൂഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90% സെൻട്രൽ ഗവൺമെന്റും 10% സ്റ്റേറ്റ് ഗവൺമെന്റും ആയിരിക്കും. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലും ഹില്ലി സ്റ്റേറ്റ്സിലും ഈ ഒരു ഫണ്ടിങ് പാറ്റേൺ എന്ന് പറയുന്നത് 90% സെൻട്രൽ ഗവൺമെന്റും 10% സ്റ്റേറ്റ് ഗവൺമെന്റ്സും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് യൂണിയൻ ടെറിട്ടറീസിന്റെ കേസിൽ 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. യൂണിയൻ ടെറിട്ടറീസിന്റെ കേസിൽ 100% ഫണ്ടിങ്ങും എന്ത് ചെയ്യും, സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ബാംബു ടെക്നോളജി സപ്പോർട്ട് ഗ്രൂപ്പ്സും ആൻഡ് നാഷണൽ ലെവൽ ഏജൻസീസും ആൻഡ് ബാംബു ടെക്നോളജി സപ്പോർട്ട് ഗ്രൂപ്പ്സും ആൻഡ് നാഷണൽ ലെവൽ ഏജൻസീസും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും 100% ഫണ്ടിങ് കൊടുക്കുന്ന ആരായിരിക്കും, സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. സോ വിച്ച് മീൻസ് ഈ ഒരു സ്കീം വഴി ഗവൺമെന്റിന് മാത്രമല്ല അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസീസിന് മാത്രമല്ല മറിച്ച് പ്രൈവറ്റ് സെക്ടറിന് എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റീസ്ട്രക്ചർഡ് നാഷണൽ ബാംബു മിഷനിൽ ഗവൺമെന്റ് സെക്ടറിനും ഫൈനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസീസിനും ഫൈനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രൈവറ്റ് ഏജൻസീസിനും എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ ബാംബു പ്രൊഡക്ഷന്റെ സ്റ്റാറ്റസ് എങ്ങനെയാന്ന് നോക്കാം. വേൾഡ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും ഹയസ്റ്റ് ഏരിയ ബാംബു ഗ്രോ ചെയ്യുന്ന ഏറ്റവും ഹയസ്റ്റ് ഏരിയ ഉള്ളത് ഇന്ത്യയിലാണ്. സോ ഹയസ്റ്റ് ഏരിയ അണ്ടർ ബാംബു, വേൾഡിലെ തന്നെ ഹയസ്റ്റ് ഏരിയ അണ്ടർ ബാംബു എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഏരിയയിൽ എന്ത് ചെയ്യുന്നത്, ബാംബു ഗ്രോ ചെയ്യുന്നത്. 13.96 മില്യൺ ഹെക്ടേഴ്സ് 13.96 മില്യൺ ഹെക്ടേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ബാംബു ഗ്രോ ചെയ്യുന്നുണ്ട്.
ആൻഡ് ഇന്ത്യ ആണെന്ത് ചൈനയ്ക്ക് ശേഷം സെക്കൻഡ് റിച്ചസ്റ്റ് കൺട്രി ഇൻ ബാംബു സ്പീഷീസ്. അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബാംബു സ്പീഷീസിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ചൈനയ്ക്ക് ശേഷം ഇന്ത്യക്കാണ് സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യയിൽ 136 ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ബാംബു നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ 125 125 ഇൻഡിജീനിയസ് ഇന്ത്യൻ വെറൈറ്റീസും ആൻഡ് 11 എക്സോട്ടിക് വെറൈറ്റീസും ആണ്. സോ 136 സ്പീഷീസ് ഓഫ് ബാംബൂസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 125 ഇൻഡിജീനിയസും 11 എക്സോട്ടിക്കുമാണ്. അങ്ങനെ 136 സ്പീഷീസ് ആണ് ഇന്ത്യയിൽ ബാംബൂസിന്റെ സ്പീഷീസിന്റെ കൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നതാണ് സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് ആഫ്റ്റർ ചൈന. നെക്സ്റ്റ് ഈസ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം. അടുത്ത സ്കീമാണ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം. വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം എന്നുള്ള സ്കീം ലോഞ്ച് ചെയ്തത് 2022 2022-23 ഫൈനാൻഷ്യൽ ഇയർ മുതൽ 2025-26 വരെയുള്ള ഫൈനാൻഷ്യൽ ഇയർ ആണെന്ത് ഈ ഒരു സ്കീമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 2022 എന്ത് ചെയ്യുന്നത് 2022 എന്ത് ചെയ്യുന്നത് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. സോ 2022-23 ഫൈനാൻഷ്യൽ ഇയർ മുതൽ 2025-26 ഫൈനാൻഷ്യൽ ഇയർ വരെയാണ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം എന്ത് ചെയ്യുന്നത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഈ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിന്റെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്തേൺ ബോർഡേഴ്സിലുള്ള സ്റ്റേറ്റ്സിലെ വില്ലേജസ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ഇന്ത്യയുടെ നോർത്തേൺ ബോർഡറിലുള്ള സ്റ്റേറ്റ്സിലുള്ള വില്ലേജസ്, ബോർഡർ വില്ലേജസ് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെ ഈ ഒരു ബോർഡർ വില്ലേജസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി ഈ വില്ലേജസിലുള്ള ആൾക്കാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും. ആൻഡ് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് കവേർഡ് എന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം ആൻഡ് ലഡാക്ക്. 4 സ്റ്റേറ്റ്സും ഒരു യു ടി ആണ് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നത് കവർ ചെയ്യപ്പെടുന്നത്. നോർത്തേൺ ബോർഡർ, ഇന്ത്യയുടെ നോർത്തേൺ ബോർഡറിലുള്ള 4 സ്റ്റേറ്റും ഒരു യു ടി ആണ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിൽ എന്ത് ചെയ്യുന്നത് കവർ ചെയ്യുന്നത്. സോ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം ആൻഡ് ലഡാക്ക്. ഈ 4 സ്റ്റേറ്റ്സിലെയും ലഡാക്ക് എന്നുള്ള യൂണിയൻ ടെറിട്ടറിയിലും ബോർഡർ ഏരിയാസിൽ അല്ലെങ്കിൽ ബോർഡർ വില്ലേജസ്, ഈ സ്റ്റേറ്റ്സിലുള്ള ബോർഡർ വില്ലേജസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിന്റെ അണ്ടറിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ നോഡൽ മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം. വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. വിച്ച് മീൻസ് ഫണ്ടിങ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഷെയർ ചെയ്തിരിക്കുന്നു. ആൻഡ് ഇംപ്ലിമെന്റേഷൻ നടത്തുന്ന ആരായിരിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. ഇനി ഒരു സ്കീമിന്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. സോ ഈ ഒരു സ്കീമിന്റെ കീ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നോർത്തേൺ ബോർഡേഴ്സിലുള്ള 4 സ്റ്റേറ്റ്സും ഒരു യു ടിയും, അതായത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഈ 4 സ്റ്റേറ്റിലെയും ലഡാക്ക് എന്നുള്ള യു ടിയിലെയും ബോർഡർ വില്ലേജസിൽ എന്ത് ചെയ്യുക, എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുക. എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഈ 4 സ്റ്റേറ്റ്സിലും ഒരു യു ടിയിലും എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതുവഴി അവിടെ ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ഈ ഒരു സ്കീമിന്റെ വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ലഡാക്ക്, ഈ സ്റ്റേറ്റ്സിലും യു ടിസിലും എന്ത് ചെയ്യുക, എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുക. അതുവരെ ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്സിൽ നിന്ന് മറ്റ് സ്റ്റേറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം എന്ത് ചെയ്യാൻ സാധിക്കും, റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അതുവഴി ഈ സ്റ്റേറ്റ്സിൽ നിന്ന് മറ്റ് സ്റ്റേറ്റ്സിലേക്കുള്ള ഔട്ട് മൈഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇങ്ങനെ ആൾക്കാർ ഈ ഏരിയാസിൽ നിന്ന് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്സിൽ നിന്ന് ആൾക്കാർ മറ്റ് സ്റ്റേറ്റ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ്സിലുള്ള പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, ഇൻ ഇഫക്റ്റിൽ ഇത് നാഷണൽ സെക്യൂരിറ്റിക്കും ഒരു ത്രെട്ട് ആയിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ്, ഈ ഒരു സ്കീം വഴി ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും, ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അതുവഴി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ സെക്യൂരിറ്റിയെ ബൂസ്റ്റ് ചെയ്യും.
ചെയ്യും എന്നാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, എയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ സോഷ്യൽ എന്റർപ്രണർഷിപ്പും എംപവർമെന്റ് ഓഫ് യൂത്ത് ആൻഡ് വുമണും എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ സോഷ്യൽ എന്റർപ്രണർഷിപ്പും ഈ ഒരു സ്കീമിനകത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വുമന്റെയും യൂത്തിന്റെയും ഇടയിൽ എംപവർമെന്റ് അല്ലെങ്കിൽ വുമണിനെയും യൂത്തിനെയും എംപവർമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്കീം ഫോക്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? സ്കിൽ ഡെവലപ്മെന്റ്, വുമന്റെയും യൂത്തിന്റെയും കേസിൽ സ്കിൽ ഡെവലപ്മെന്റ് വഴി എന്ത് ചെയ്യുക, സ്കിൽ ഡെവലപ്മെന്റും എന്റർപ്രണർഷിപ്പും വഴി യൂത്തിന്റെയും വുമന്റെയും സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, അവർക്ക് എന്റർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക, അതുവഴി അവരെ എംപവർ ചെയ്യിക്കുക എന്നുള്ളതും ഈ ഒരു സ്കീമിന്റെ എന്താണ്, വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ആണ്. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് ഹബ് ആൻഡ് സ്പോക്ക് മോഡലാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഈ ഒരു സ്കീമിന്റെ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള ആസ്പെക്ട് ആണെന്ത്, വൺ വില്ലേജ് വൺ പ്രൊഡക്റ്റ് മോഡൽ എന്ന് പറയുന്നത്. സോ വൺ വില്ലേജ് വൺ പ്രൊഡക്റ്റ് മോഡലിൽ ഈ ഒരു സ്റ്റേറ്റ്സിലുള്ള ലോക്കൽ കൾച്ചറൽ ആൻഡ് ട്രഡീഷണൽ നോളജും ഹെറിറ്റേജും എന്ത് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. വൺ വില്ലേജ് വൺ പ്രൊഡക്റ്റ് എന്നുള്ള ഈ ഒരു സ്കീമിന്റെ ഒരു ആസ്പെക്റ്റിനകത്ത് ഈ സ്റ്റേറ്റ്സിലുള്ള ലോക്കൽ കൾച്ചറൽ ആൻഡ് ട്രഡീഷണൽ നോളജും ഹെറിറ്റേജും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ത്രൂ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസ് വഴിയും കോർപ്പറേറ്റീവ്സ് വഴിയും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് വഴിയും NGOs വഴിയും ആൻഡ് മറ്റു മാർഗങ്ങളിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, വൺ വില്ലേജ് വൺ പ്രൊഡക്റ്റ് സ്കീമിൽ ഈ വില്ലേജസിലുള്ള ലോക്കൽ ട്രഡീഷണൽ ആൻഡ് കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുകൂടാതെ ഈ ഒരു സ്കീമിന്റെ മറ്റൊരു ആസ്പെക്ട് എന്ന് പറയുന്നത്, ഈ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിൽ ആക്ഷൻ പ്ലാൻസ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്രാമപഞ്ചായത്തുകളുടെ ഹെൽപ്പോട് കൂടി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കീമിന്റെ ആക്ഷൻ പ്ലാൻ, ഓരോ വില്ലേജിലുള്ള ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്കീം എന്ത് ചെയ്യുന്നില്ല, ബോർഡർ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാമുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നില്ല. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മറ്റൊരു പ്രോഗ്രാമാണ് ബോർഡർ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം ഓവർലാപ്പ് ചെയ്യുന്നില്ല. ആൻഡ് ഈ ഒരു സ്കീമിനകത്ത് ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്റ്റേറ്റ്സിൽ, ഈ നോർത്തേൺ ബോർഡേഴ്സിലുള്ള 4 സ്റ്റേറ്റ്സിലും UTസിലും എന്ത് ചെയ്യുക, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ കാലാവസ്ഥയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഓൾ വെതർ റോഡ്സ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഡ്രിങ്കിങ് വാട്ടർ എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക. ആൻഡ് റൗണ്ട് ദ ക്ലോക്ക് ഇലക്ട്രിസിറ്റി 24/7 എന്ത് ചെയ്യുക, ഇലക്ട്രിസിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യുക ബൈ റിന്യൂവബിൾ എനർജി സോഴ്സസ്, അതായത് സോളാർ എനർജിയും വിൻഡ് എനർജിയും യൂസ് ചെയ്തുകൊണ്ട് റൗണ്ട് ദ ക്ലോക്ക് 24/7 എന്ത് ചെയ്യുക, ഈ വില്ലേജസിൽ ഇലക്ട്രിസിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതും ഈ ഒരു വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിന്റെ വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഈ വില്ലേജസിലെല്ലാം അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്സിലെല്ലാം ടൂറിസ്റ്റ് സെന്റേഴ്സ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ മൾട്ടിപർപ്പസ് സെന്റേഴ്സ് ഡെവലപ്പ് ചെയ്യുക, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് ഡെവലപ്പ് ചെയ്യുക. ഇതുവഴിയും എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന്റെ ക്രിയേഷൻ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നുണ്ട്. ഈ സ്റ്റേറ്റ്സ്, നോർത്തേൺ ബോർഡേഴ്സിലുള്ള ഈ സ്റ്റേറ്റ്സിൽ ടൂറിസം ഡെവലപ്മെന്റ്, ഹെൽത്ത് ആൻഡ് വെൽനസ് ഡെവലപ്മെന്റ് ആൻഡ് അതുപോലെ തന്നെ എന്താണ്, മൾട്ടിപർപ്പസ് സെന്റേഴ്സ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, എയിം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2. അടുത്ത സ്കീമാണ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2. അതായത് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിന്റെ സെക്കൻഡ് ഫേസ് എന്ന് വേണമെങ്കിൽ പറയാം വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2, ബട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിന്റെ എയിമും ഡിഫറെന്റ് ആണ് ആൻഡ് ഈ സ്കീമിന്റെ ആ ഒരു ടൈപ്പും എന്താണ്, ഡിഫറെന്റ് ആണ്. വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം പേരിൽ മാത്രമേ സിമിലാരിറ്റി ഉള്ളൂ, എയിമും ആൻഡ് ഈ സ്കീമും എന്താണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2, ഈ ഒരു വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2 ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യുന്നത് ഏപ്രിൽ 2025 ഏപ്രിൽ 2025 വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2 ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യുന്നത്. ബട്ട് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2024-25 ഫൈനാൻഷ്യൽ ഇയർ മുതൽ 2028-29 വരെയുള്ള ഫൈനാൻഷ്യൽ ഇയർ ആണ്. അതായത് ഓൾറെഡി ഈ ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പിന്നീട് ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, ക്യാബിനറ്റിന്റെ അപ്രൂവൽ ലഭിക്കുന്നത്. സോ ഇംപ്ലിമെന്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇയർ 24-25 ടു ഫൈനാൻഷ്യൽ ഇയർ 28-29 ആണ്. ബട്ട് ഈ ഒരു സ്കീമിന് അപ്രൂവൽ കിട്ടുന്നത് ഏപ്രിൽ 2025
ആൻഡ് ഈ ഒരു സ്കീമിന്റെ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2ന്റെ ബേസിക് എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലാൻഡ് ബോർഡേഴ്സിലുള്ള സ്റ്റേറ്റ്സിലുള്ള വില്ലേജസ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതായത് ഇന്ത്യ മറ്റ് കൺട്രീസുമായിട്ട് ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ്സിലെ ബോർഡർ വില്ലേജസ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ആ വില്ലേജസിന്റെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്കീം ലക്ഷ്യം വെക്കുന്നത്. ആൻഡ് ഇത് നോർത്തേൺ ബോർഡർ ഏരിയാസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ്സിലെ വില്ലേജസ് ഡെവലപ്പ് ചെയ്യുക, എക്സ്ക്ലൂഡിങ് ദ നോർത്തേൺ ബോർഡർ. ബിക്കോസ് നോർത്തേൺ ബോർഡർ ഏരിയാസിലുള്ള സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 1 കവർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാമിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നോർത്തേൺ ബോർഡറിലുള്ള ഏരിയാസ് കവേർഡ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2 ആ നോർത്തേൺ ബോർഡർ ഏരിയാസ് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇന്ത്യയുടെ ബാക്കി ബോർഡർ ഏരിയാസിൽ കിടക്കുന്ന വില്ലേജസ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2ന്റെ ബേസിക് എയിം എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്സ് കവർ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 1 കവേർഡ് ആയിരുന്നു. ഇനിഷ്യലി അരുണാചൽ പ്രദേശിലുള്ള ബോർഡർ വില്ലേജസിന്റെ ഡെവലപ്മെന്റ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 1 നടന്നിരുന്നു. ബട്ട് റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ടായിരുന്നു, അതെന്ത് ചെയ്തു, വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2 ആഡ് ചെയ്തു. ഓൾറെഡി അരുണാചൽ പ്രദേശിലെ ചില ബോർഡർ വില്ലേജസ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 1 അണ്ടറിൽ കവേർഡ് ആണ്. ബട്ട് റിമൈനിങ് ആയിട്ടുള്ള വില്ലേജസ് എന്ത് ചെയ്യും, വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2 അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. സോ ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ഗുജറാത്ത്, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, പഞ്ചാബ്, രാജസ്ഥാൻ, സിക്കിം, ത്രിപുര, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഈ സ്റ്റേറ്റുകളും യുടീസും എല്ലാം തന്നെ മറ്റ് കൺട്രീസുമായിട്ട് ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ യുടീസ് ആണ്. ഈ സ്റ്റേറ്റ്സിനും യുടീസിലും ഉള്ള ബോർഡർ വില്ലേജസ് ഡെവലപ്പ് ചെയ്യുക, ആ വില്ലേജസിന്റെ ഓവറോൾ ഡെവലപ്മെന്റ് ആണെന്ത് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2ന്റെ ബേസിക് എയിം എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കീമാണ്, ഇത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് വൈബ്രന്റ് വില്ലേജസ് 2 പ്രോഗ്രാം വരുന്നത്. ബട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് സ്കീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമായിരുന്നു. ബട്ട് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2 എന്ന് പറയുന്നത് ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. which means 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ആൻഡ് ഈ ഒരു സ്കീമിന്റെ ഇംപ്ലിമെന്റേഷനും സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസോ ഡിപ്പാർട്ട്മെന്റ്സോ മിനിസ്ട്രീസോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അണ്ടർടേക്ക് ചെയ്യുന്നത്. വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 1 സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2 ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. ആൻഡ് രണ്ട് സ്കീമും വരുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലാണ്. ആൻഡ് ഈ ഒരു സ്കീമിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോർഡർ വില്ലേജസ്, ഇന്ത്യ മറ്റ് കൺട്രീസുമായിട്ട് ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്ന ഈ വില്ലേജസിലുള്ള ആൾക്കാരുടെ ലിവിങ് കണ്ടീഷൻസ് എന്ത് ചെയ്യുക, ബെറ്റർ ആക്കുക, കൂടുതൽ ലിവിങ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ അഡിക്വേറ്റ് ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുക, റെസിഡൻസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുക. സോ ഈ ബോർഡർ വില്ലേജസിൽ ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുക, ആൾക്കാർക്ക് വേണ്ടിയിട്ട് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുക, കൂടുതൽ ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതുവഴി ഇന്ത്യക്ക് സേഫ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബോർഡേഴ്സ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ഈ ഒരു വൈബ്രന്റ് വില്ലേജസ് 2 പ്രോഗ്രാമിന്റെ അണ്ടറിൽ ഈ വില്ലേജസ് എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നതും അവിടെ ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതും ഇന്ത്യക്ക് പ്രോസ്പെറസും സേഫുമായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ബോർഡർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ട്രാൻസ് ബോർഡർ ക്രൈംസ് കൺട്രോൾ ചെയ്യുക. വൾണറബിൾ ആയിട്ടുള്ള റീജിയൻസിൽ ഇന്ത്യ മറ്റ് കൺട്രീസുമായിട്ട് ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്ന ഏരിയാസിലെ വൾണറബിൾ റീജിയൻസിൽ എന്ത് ചെയ്യുക, ട്രാൻസ് ബോർഡർ ക്രൈം, അതായത് ബോർഡർ കടന്നിട്ടുള്ള ക്രൈം അല്ലെങ്കിൽ രണ്ട് ബോർഡേഴ്സിന്റെ ഇടയിൽ ഉള്ള ട്രാൻസ് ബോർഡർ ക്രൈംസ് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതും ഈ ഒരു സ്കീമിന്റെ ഒബ്ജക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ബോർഡർ പോപ്പുലേഷൻസിനെ, ഇന്ത്യയുടെ ബോർഡേഴ്സിൽ ജീവിക്കുന്ന ആ ബോർഡർ പോപ്പുലേഷൻ എന്ത് ചെയ്യുക, മെയിൻ സ്ട്രീം സൊസൈറ്റി ആയിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക ഓർ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു സ്കീമിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ആൻഡ് ഈ ഒരു സ്കീം വഴി ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വില്ലേജസിലുള്ള വില്ലേജേഴ്സിന്
അഡിക്വേറ്റ് ആയിട്ടുള്ള ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസും ബെറ്റർ ലിവിങ് കണ്ടീഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത് വഴി അവർക്ക് ഗവൺമെന്റിനോട് എന്തുണ്ടാകും, ഒരു കടപ്പാടുണ്ടാകും, ഒരു പ്രതിബദ്ധത ഉണ്ടാകും. ആൻഡ് അതുവഴി ഈ വില്ലേജേഴ്സിനെ ഐസ് ആൻഡ് ഇയേഴ്സ്, നമ്മുടെ ബോർഡേഴ്സിലുള്ള സെക്യൂരിറ്റി ഫോഴ്സസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കണ്ണും കാതുമായിട്ട് ഐസ് ആൻഡ് ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതും ഈ ഒരു സ്കീമിന്റെ എന്താണ്, വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ആണ്. ഗവൺമെന്റ് ഈ വില്ലേജേഴ്സിന് ബെറ്റർ ലിവിങ് കണ്ടീഷൻസും അഡിക്വേറ്റ് ആയിട്ടുള്ള ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസും കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഗവൺമെന്റിനോട് ഓർ നമ്മുടെ കൺട്രിയോട് എന്തുണ്ടാകും, ഒരു സെന്റിമെന്റ് ഉണ്ടാകും ആൻഡ് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. ആൻഡ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യും, നമ്മുടെ ബോർഡർ ഫോഴ്സസിനെ ഹെൽപ്പ് ചെയ്യും. അതായത് ബോർഡറിൽ നടക്കുന്ന ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ബോർഡർ ഫോഴ്സസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ വില്ലേജേഴ്സ് മെസ്സഞ്ചേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതുവഴി നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് കണക്ക് കൂട്ടുന്നത്. അതുപോലെ തന്നെ ഈ ബോർഡർ വില്ലേജസിലെല്ലാം തന്നെ ഓൾ വെതർ റോഡ് കണക്ടിവിറ്റി, അതായത് എല്ലാ കാലാവസ്ഥയിലും യൂസ് ചെയ്യാൻ സാധിക്കുന്ന റോഡ്സ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടെലികോം കണക്ടിവിറ്റി, അതായത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആൻഡ് ടെലിവിഷൻ കണക്ടിവിറ്റി ആൻഡ് 24/7 ഇലക്ട്രിഫിക്കേഷൻ, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോഗ്രാമിനകത്ത് എയിം ചെയ്യുന്നുണ്ട്. ബോർഡർ വില്ലേജസിലെല്ലാം തന്നെ എന്ത് ചെയ്യുക, ഓൾ വെതർ റോഡ് കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുക, ടെലികോം കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുക, ടെലിവിഷൻ കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുക ആൻഡ് ഇലക്ട്രിഫിക്കേഷൻ നടത്തുക എന്നുള്ളതും വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2 വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ആണ്. ഇന്നത്തെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദി വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്: the program aims to develop border villages in northern India with sparse populations and limited infrastructure. Second statement: it covers border areas in states such as Arunachal Pradesh, Himachal Pradesh, Uttarakhand, Sikkim, and the Union Territory of Ladakh. Third statement: the program is implemented by the Ministry of Defense. Which of the statements given above is or are correct? Option A 1 and 2 only, option B 1 and 3 only, option C 2 and 3 only, option D 1, 2 and 3. ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ 3 സ്കീംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കൂടുതൽ സ്കീംസുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്